നമസ്കാരം. പ്രചോദനവും മയക്കുമരുന്നിൻ്റെ അന്ത്യവും എന്ന ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതൊരു പ്രയോജനകരമാകട്ടെ എന്നതുകൊണ്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ വ്യാപനം അവസാനിപ്പിച്ചേ തീരൂ എന്ന് മാധ്യമങ്ങളും അധികാരികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ? എന്നാലും മയക്കുമരുന്ന് വ്യാപനം കൊലപാതകവും ഒക്കെ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൽ നിന്നും ഒരു ശാശ്വത മോചനം നേടാൻ തന്ത്രപരമായി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. കുടുംബത്തെയും സമൂഹത്തെയും മുൾമുനയിൽ നിർത്തി യുവതലമുറ കാട്ടിക്കൂട്ടുന്ന പൈശാചിക പ്രവൃത്തികൾ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരാളിൻ്റെയെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ ഞാൻ കൃതാർത്ഥനാണ്, നന്ദിയുള്ളവനാണ്. നമുക്കറിയാലോ, ഈ മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ കൂട്ടുകാർക്കിടയിൽ കേവലം ഒരു ആഹ്ലാദത്തിന് വേണ്ടി തുടങ്ങുകയും പിന്നീടത് ശീലമാക്കുകയും തുടർന്ന് ഒഴിവാക്കാനാവാത്ത രീതിയിൽ ഉറയ്ക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അതൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറുന്നതല്ലേ? മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാവിധ ഊർജ സമ്പത്തിനെയും പൂർണ്ണമായും തിരസ്കരിച്ച് പ്രവർത്തനങ്ങളെ മന്ദീഭവിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവരായി ജീവിക്കുന്നവരാണല്ലോ ഇവർ, അല്ലേ? ഇതൊരു പൈശാചിക സമീപനമാണ്, നമുക്കറിയാം. പ്രസിദ്ധ കവിയത്രി സുഗതകുമാരി മയക്കുമരുന്നിനെ കുറിച്ച് പറയുകയാണ്, അത് എല്ലാവിധ ക്രൗര്യത്തോടെയും നമ്മെ കീഴടക്കുന്നു. ഇത് നമ്മുടെ ദർശനങ്ങൾക്ക് ജാഠ്യവും ചിന്തകൾക്ക് മൗഢ്യവും നൽകുന്നു. സുഗതകുമാരി പറഞ്ഞ വാക്കുകളാണിത്. ഇന്നലെ ലഹരിക്ക് അടിമയായ 2 യുവാക്കളോട് ഞാൻ ചോദിച്ചു, എന്ത് കാരണമാണ് മക്കളെ നിങ്ങൾ ലഹരിക്ക് അടിമയായതെന്ന്. അവർക്കതിന് ന്യായീകരണങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അതിലൊരാൾ പറയുക, ചേട്ടാ, ഒരിക്കൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായപ്പോൾ അത് മാറിക്കിട്ടാൻ ഇതെടുത്താൽ മതി എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ ഡ്രഗ്സ് എടുക്കാൻ അവനെ പ്രേരിപ്പിച്ചതെന്ന്. സ്നേഹത്തോടെ അവർ ഇവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അവനത് എടുത്തു. പിന്നെ അവനോടൊപ്പം ചേർന്നു. ഇതിൽ നിന്നും വ്യാജമായി കണ്ടെത്തുന്ന ചില ചിന്തകളുണ്ട്. സുരക്ഷിതത്തിനുള്ള ഒരു അഭിനിവേശമാണ്. മറ്റു ചില സാമൂഹ്യ പദവിയെക്കുറിച്ചുള്ള ആഗ്രഹത്തിനായി ഇതെടുക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ, ആത്മാഭിമാനക്കുറവ്, ഇതൊക്കെ ഇല്ലാതാക്കാം, ഈ സെൽഫ് എസ്റ്റീം ഒക്കെ ഇല്ലാതാക്കാം എന്ന വ്യാമോഹവുമായി മയക്കുമരുന്നിന് അടിമയാകുന്നവരാണിവർ. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും തുടങ്ങിയവയുടെ ലഭ്യത, ഒരാൾ വളരുന്ന ചുറ്റുപാട്, സുഹൃത്തുക്കളുടെ സ്വാധീനം, അമിതമായ സ്വാതന്ത്ര്യം, കടബാധ്യത, ദാരിദ്ര്യം, ഇതൊക്കെ മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാഹചര്യങ്ങളാകാം. വേറൊരു രസം എന്താണെന്നറിയാമോ? ഇതെല്ലാം ഉപയോഗിക്കുന്ന മാതാപിതാക്കളും ഡോക്ടർമാരും ഏറെയുണ്ട്. അവർ മറ്റുള്ളവരോട് അത് ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുമ്പോൾ എന്തൊരു വിരോധാഭാസമായിരിക്കും, അല്ലേ? ലഹരി പദാർത്ഥത്തിന് അടിമയാകുന്നവരുടെ പ്രശ്നങ്ങൾ കേട്ടുകഴിഞ്ഞാൽ സങ്കടം വരും. കരളിലെ കോശങ്ങളെ നശിപ്പിച്ച് കരളിൻ്റെ പ്രവർത്തനങ്ങളെ അത് നശിപ്പിക്കും, യാതൊരു സംശയവുമില്ല. ക്രമേണ ലിവർ സിറോസിസ് പോലുള്ള മാരക രോഗത്തിന് അത് കാരണമാകുന്നു. കിഡ്നിയിലെ ഗ്ലൂക്കോസ് ഉൽപാദനത്തിന് ഇല്ലാതാക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. അതുവഴി രക്തകോശങ്ങളിലേക്ക് ലഹരി പദാർത്ഥം എളുപ്പം പ്രവേശിക്കുന്നതോടെ ഹാർട്ട് അറ്റാക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ പറയുന്നത്. തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം നശിച്ചു തുടങ്ങുന്നു. രക്തക്കുഴലിലൂടെ തലച്ചോറിലെത്തുന്ന ആ വിഷാംശമുണ്ടല്ലോ, ടോക്സിക് എലമെന്റ് എന്ന് പറയുന്നത്, അത് അവരുടെ 100 കണക്കിന് കോശങ്ങളെ പ്രതിദിനം കേടാക്കുകയും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണെന്നേ. കൂടാതെ ലഹരി ഉപയോഗം ദഹന പ്രക്രിയയെ ബാധിക്കുന്നു. കുടലിലെ എൻസൈമുകളുടെ പ്രവർത്തനം നശിപ്പിക്കുന്നു. കുടൽ ഭിത്തിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ലഹരി പദാർത്ഥം ചില സമയങ്ങളിൽ ചിലർക്ക് തെറ്റായ ധൈര്യം, റോങ് കറേജ് നൽകുന്നു. അതുകൊണ്ടല്ലേ ധീരമായി ചിലർ കൊലപാതകങ്ങൾ പോലും നടത്തുന്നു, അല്ലേ? വിവേചന ബുദ്ധി, അതായത് കോമൺ സെൻസിനെ അത് സ്പോയിലാക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്നത് ഈ കാരണത്താലാണ്. സംസാരിക്കാനുള്ള ശേഷി ക്രമേണ തകരാറിലാവും. കൈകാലികൾ ഇങ്ങനെ വിറയ്ക്കും. ഈ വിറയൽ രോഗം പിടിപെടുന്നു. വിവിധ സന്ദർഭങ്ങളിൽ ലോജിക്കായി ഉചിതമായി നേരിടാൻ ഇവർക്ക് സാധിക്കുന്നില്ല.
ആക്രമണങ്ങളും കുറ്റവാസനകളും കൂടുന്നു. നിരാശബോധം, ഇൻഫിനിറ്റി കോംപ്ലക്സ്, അപകർഷബോധം ഇവരിൽ വളർന്ന് തൻ്റെ ജീവിതം ശപിക്കപ്പെട്ടതായി ഇവർക്ക് തോന്നുകയാണ്. അതുകൂടാതെ നിരാശയ്ക്കും മടിപ്പിനും കാരണമാകുന്നു. താൻ മാത്രം ഒറ്റപ്പെട്ടവനായും പീഡിക്കപ്പെട്ടവനായും ഇവർക്ക് തോന്നുകയാണ്. തൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകുന്നു. കുറ്റബോധം വളരുന്നു. നാശനഷ്ടങ്ങൾ കുടുംബത്തിലും ജോലി സ്ഥലത്തും ഉണ്ടാകുന്നു. ഇവരാര് ജോലിക്ക് വയ്ക്കും? എല്ലാ ദുരന്തങ്ങളും തൻ്റെ വീഴ്ചയിലാണെന്നുള്ള തന്നെത്താൻ കരുതുകയാണ് ഇവർ. താൻ ഒന്നിലും കൊള്ളാത്തവരാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. നമുക്കറിയാലോ, മയക്കുമരുന്നിനും മദ്യത്തിനും കീഴ്പ്പെട്ടവർക്ക് ജീവിതത്തിലെ നല്ല വശങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല. എന്നാൽ അവർ നെഗറ്റീവ് വശങ്ങൾ വിപുലീകരിച്ച് കാണിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ചീത്ത ചിന്തകളുമായി ഇവർ ഇങ്ങനെ അഹോരാത്രം നടക്കും. ചിലർക്ക് മരണഭയം ഉണ്ടാകുന്നു. മറ്റു ചിലർക്ക് മരിക്കാനുള്ള ചിന്ത കൂടുതലാകുന്നു. ചിലർ ആത്മഹത്യ ശ്രമങ്ങൾ നടത്തുന്നു. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ വേറെ. കഞ്ചാവ് ഉപയോഗിക്കുന്ന എണ്ണം ഇന്ന് വളരെ ക്രമാതീതമായി കൂടുകയാണ്. ഇതൊക്കെ ഉപയോഗിച്ച് ദീർഘനേരം സെക്സ് ചെയ്യാമെന്നാണ് അതിലൊരു ബിരുദൻ എന്നോട് പറഞ്ഞത്. നോക്കണേ, പക്വതയില്ലാത്ത മനസ്സിലേക്ക് തെറ്റായ വിവരങ്ങൾ കടന്നു ചെല്ലുമ്പോഴാണ് ഈ കുട്ടികൾ വഴിതെറ്റുന്നത്. ഇതൊക്കെ ഇവരുടെ സ്വഭാവ മാറ്റത്തിനും സ്ഥായിയായ മാനസിക വിഭ്രാന്തിക്കും കാരണമാകുന്നു. ലഹരി പദാർത്ഥങ്ങളായ ഒത്തിരി കാര്യങ്ങളുണ്ട്. കറുപ്പുണ്ട്, ബ്രൗൺ ഷുഗർ ഉണ്ട്, കൊക്കൈൻ, അങ്ങനെ നിരവധി രൂപങ്ങളിൽ ഇത് മാർക്കറ്റിൽ ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കച്ചവടം ഏതാ? ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഡ്രഗ് മാഫിയ ഇതിന്റെ മുന്നിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഈ സ്രാവുകളെ തുരത്താൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുമോ? സാധിക്കുന്നില്ല. സാധിക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം ലഭിക്കുകയില്ല. ഇതിനെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതും കൂടി നമുക്ക് ചിന്തിക്കണമല്ലോ. എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? മയക്കുമരുന്നിന് അടിമയായവരെ മാറ്റി നിർത്തുകയോ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ വേണം ബോധവൽക്കരണം നടത്താൻ. അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുക. ഈ കാര്യം വളരെ ശ്രമകരമായൊരു കാര്യമാണ് കേട്ടെ. നമുക്ക് അതാത് പ്രദേശങ്ങളിലെ കുറച്ചുപേരെ സംഘടിപ്പിക്കേണ്ടി വരും. വിദ്യാർത്ഥികള്, യുവാക്കള്, കുടുംബരികള്, പൊതുപ്രവർത്തകര്, മറ്റ് ജീവനക്കാർ തുടങ്ങിയവരെ സംഘടിപ്പിച്ച് ബോധവൽക്കരണ പരിശീലനം നടത്താനാവണം. ലഹരി പദാർത്ഥത്തിന് കീഴ്പ്പെട്ടവരെ അതിൽ നിന്നും മുക്തരാക്കാൻ ചികിത്സാ കേന്ദ്രങ്ങളുമായി നമുക്ക് സഹകരിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി വിഷയ അവതരണവും അതുപോലെ തന്നെ ചർച്ചയും ചോദ്യോത്തരവും സെക്ഷനും സംശയ നിവാരണങ്ങളും ഒക്കെ നൽകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. മയക്കുമരുന്നിന് കീഴ്പ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടാനുള്ള നാർക്കോട്ടിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മകളുണ്ട്. ധാരാളം കൂട്ടായ്മകളുണ്ട്. ഈ ശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയാണിത്. വളരെ ലളിതമായ മാർഗരേഖകൾ അനുസരിച്ചാൽ മയക്കുമരുന്നിൽ നിന്നും മുക്തി നേടി ഓരോ ദിവസവും വൃത്തിയായി കഴിയാൻ സാധിക്കുമെന്നാണ് നാർക്കോട്ടിക് അനോണിമസ് വ്യക്തമാക്കുന്നത്. അവർ ചികിത്സകരല്ല, കൗൺസിലറുമല്ല. ലഹരി പദാർത്ഥത്തിന് കീഴ്പ്പെടുന്നവരെ മറ്റൊരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ആളിനെ സഹായിക്കാനാവും. അതാണ് ഈ നാർക്കോട്ടിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. മനസ്സിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനായി ശുഭചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കരുതുക, ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, മരണം വന്നാലും ശരി, ഒരു പ്രശ്നവുമില്ല, മയക്കുമരുന്നിനോ മദ്യത്തിനോ ഞാൻ അടിമയാകില്ല, ഞാൻ ഉപയോഗിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനമെടുക്കുക. മറ്റാരും അറിയാത്ത തീരുമാനം, ഉറച്ച തീരുമാനമായിരിക്കട്ടെ അത്. നിങ്ങളുടെ തീരുമാനം. അതിന് ആരോഗ്യമുള്ള ഒരു മനസ്സ് വേണം. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ദിവസവും ലഹരി മുക്തി നേടിക്കൊണ്ടിരിക്കുന്നവരോട് നിർബന്ധമായും അവർ ബന്ധപ്പെടട്ടെ. അവരുമായി ദിവസേനയുള്ള ഒത്തുചേരൽ, പങ്കിടൽ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, ഇത്തരത്തിലുള്ള പ്രചോദനം ഉൾക്കൊള്ളുവാൻ അത് ഉപയോഗിക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. കുഞ്ഞുങ്ങൾ മാറ്റം വരുത്തും. അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവർ ഉയർന്നു വരട്ടെ എന്ന പ്രത്യാശയോടെയാണ്. സാധിക്കുമെങ്കിൽ ഇത് ആ കുഞ്ഞുങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനൊക്കെ മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.